ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പെട്രോ ഹെഡ് മോട്ടോ ഗാരേജ്. അപ്പോൾ നമ്മളിന്ന് വീട്ടിലുള്ളത്. അപ്പോൾ കുറേ കാലമായിട്ട് എന്താ പറയുക, കുറേ കാലത്തിന് ശേഷം ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ശ്രമിക്കുക, എല്ലാ ദിവസവും വീഡിയോ ഇടുന്നൊക്കെ കമൻറ്റിൽ കണ്ടു. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് വീട്ടിലുണ്ട്, ഫ്രീ ആണ്. ഇപ്പോൾ ഞാൻ എന്താണ് ഇവിടെയുള്ള വണ്ടികളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ 2 വണ്ടികൾ ഇരിപ്പുണ്ട്. ബൈക്ക് വലിയ വണ്ടികളെല്ലാം കൊടുത്തുവിട്ടു. ഇത് ആക്ച്വലി കൊണ്ടുപോയിട്ടില്ല. പിന്നെ വീട്ടിലുള്ള ബാക്കിയുള്ള വണ്ടികളും കൂടെ ഞാൻ ജസ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്. ഇത് എൻ്റെ കയ്യിലൊരു 12 വർഷത്തോളമായിട്ടുള്ള ഒരു അക്കോർഡാണ് കേട്ടോ. ഇതിപ്പോൾ ഉപയോഗിക്കാറില്ല. ഹോണ്ടേൻ്റെ അക്കോർഡാണ്. ഈ കാണുന്ന പാടുകളൊക്കെ ഉണ്ടോ, അതൊക്കെ ഇവൻ്റെയാണ്. ഇതിനകത്ത് എലി കയറുന്നുണ്ടോ നോക്കുന്നതാണ്. ഇതല്ലേ, ഇവനുള്ളതുകൊണ്ട് നമുക്ക് വലിയ എന്താ പറയുക, എലിയുടെ ഡാമേജ് ഒന്നും ഇല്ല. കാരണം എന്താ വെച്ചാൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും അപ്പം തന്നെ ഓടിച്ചു വിട്ടോളും. ഇരിക്കാൻ സമ്മതിക്കില്ല. കയറുന്നുണ്ട് എന്നാലും കേട്ടോ. പിന്നെ കണ്ടില്ലേ, ഇവനാണ് നമ്മുടെ വണ്ടി മൊത്തം ചെക്ക് ചെയ്യുന്ന ആൾ. എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോളും. കണ്ടില്ലേ, എന്തോ കണ്ടിട്ടുണ്ട്. എന്തോ ചെറിയ സാധനമാണ്, ചിലപ്പോൾ പൂമ്പാറ്റി ആയിരിക്കും. ആൾ അത്ര അലേർട്ടാണ്. ഒരു സാധനം വണ്ടിയിൽ എന്താണെങ്കിലും കയറാൻ സമ്മതിക്കില്ല. ഇതൊക്കെ അവൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 2.4 K സീരീസ് എഞ്ചിൻ വരുന്ന ഹോണ്ട അക്കോർഡ്. എഞ്ചിൻ സൈഡ് ആക്ച്വലി ഗുഡ് കണ്ടീഷനാണ് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഈ E20 പെട്രോളൊക്കെ വന്നതുകൊണ്ട് ചെറിയ ടാസ്കുകളുണ്ട്. ഇത് ആക്ച്വലി നമ്മളൊന്ന് പെയിൻ്റൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു. എന്താണെങ്കിലും ഇത് നമ്മൾ ബിൽഡ് ചെയ്ത് ഇറക്കും. അതുകൊണ്ടാണ് ഇത് കൊടുക്കാതെ വെച്ചിരിക്കുന്നത്. ഇത് കുറേ കാലം ഇവിടെ ഓടിച്ചാണ്. എനിക്ക് 49,000 കിലോമീറ്റേഴ്സിലാണ് ഈ വണ്ടി കിട്ടുന്നത്. ഇത് ഏകദേശം ഇപ്പോൾ ഏതോ 80,000 കിലോമീറ്റേഴ്സ് എന്തോ. ആകെ ഞങ്ങളൊരു 40,000 കിലോമീറ്റേഴ്സേ ഓടിച്ചിട്ടുള്ളൂ. ഓടിച്ചത് അത്യാവശ്യം അടിച്ച് കുറച്ച് ഓടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലിപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ ഓരോരോ സാധനങ്ങളൊക്കെ ആക്ച്വലി ഇതിനകത്ത് ഇങ്ങനെ എടുത്തത്. കാരണം ബൈക്കിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ കഴിഞ്ഞ വണ്ടിയുടെ സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ എസ്റ്റേറ്റ്. ഇതും അതുപോലെ തന്നെ ഒരു അവസ്ഥയിലാണ്. കണ്ടില്ലേ, പറമ്പിൽ നിന്ന് ലാസ്റ്റ് തേങ്ങ എടുത്ത് കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇവിടെ വെച്ചതാണ്. എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാനുണ്ട് വണ്ടി. അപ്പോൾ പക്ഷേ ഇത് സിമ്പിളായി സ്റ്റാർട്ടാവും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലാസ്റ്റ് നമ്മൾ എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കുറേ കാലം എടുത്തിട്ട് ബാക്കിലെ വീലെല്ലാം ടയറൊക്കെ പഞ്ചറായ പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ SD. ഇത് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. പക്ഷേ ഇതും ഞാൻ കുറേ കാലമായിട്ടോ ഉപയോഗിച്ചിട്ട്. കാരണം ബാറ്ററിയൊക്കെ ഡൗൺ ആണ്. ഇന്നിപ്പം ബാറ്ററി അഴിച്ച് കൊണ്ടു കൊടുത്തു. അപ്പോൾ വീട്ടിലുള്ള വണ്ടികളെല്ലാം സെറ്റാക്കാനുള്ള പരിപാടിയാണ്. ഇത് നമ്മൾ ഫുള്ളി റീസ്റ്റോർ ചെയ്ത ഒരു CBC ആണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ നമ്മൾ ബാറ്ററി അഴിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ഫുള്ളി റീസ്റ്റോർ ചെയ്തൊരു CBC ആണ്. അതുപോലെ തന്നെ ഇതും നമ്മൾ ഫുള്ളി റീസ്റ്റോർ ചെയ്ത ഒരു പൾസറാണ്. 2006 or 7 അല്ല 5 or 6 മോഡൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് കുറേ കാലമായിട്ട് നമ്മുടെയൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും ബോണറ്റ് ഒരു ശകലം തുറന്നു നോക്കും. ആണല്ലേ, ഇതാണ് നമ്മുടെ എസ്റ്റേറ്റിൻ്റെ ഇപ്പോൾ ഉള്ള ഒരവസ്ഥ. പക്ഷെ ഇവൻ സിമ്പിളായി സ്റ്റാർട്ടാവും. ഇവൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ്. ഇവനായിട്ട് എനിക്ക് എവിടെ വേണേൽ പോകാനുള്ള ധൈര്യമുണ്ട്. ഈ വണ്ടിയുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പം E20 ഫ്യൂവൽ വന്നതോടുകൂടി ഒരു ചെറിയ പണിയാണ്. കാരണം അതുവരെ ഉണ്ടല്ലോ ഹാഫ് ക്രാങ്കിൽ സ്റ്റാർട്ടായിക്കൊണ്ടിരുന്ന വണ്ടിയാണിത്. ഇതൊരു സിംഗിൾ ക്രാങ്കിൽ സ്റ്റാർട്ടാവും. ഇതൊരു ഹാഫ് ക്രാങ്കിൽ സ്റ്റാർട്ടായിക്കൊണ്ടിരുന്ന ഒരു പെട്രോൾ വണ്ടിയാണ്. പക്ഷേ E20 വന്നതിന് ശേഷം 2005 മോഡലായിരുന്നു ഇത്. 2009 ശേഷമാണ് E20 ഹോണ്ടയിൽ E20 ഫ്യൂവൽ പോകാൻ പാകത്തിനുള്ള വണ്ടികൾ വന്നത്. അപ്പോൾ ഇത് സ്റ്റാർട്ടാക്കാനായിട്ട്, ഇതിപ്പോൾ E20 വന്നതുകൊണ്ട് തന്നെ സ്റ്റാർട്ടാക്കാനായിട്ട് കുറച്ച് പണിയുണ്ട്. കാരണം കുറേ തവണ ക്രാങ്ക് ആയതിന് ശേഷം ഇത് സ്റ്റാർട്ടാവുള്ളൂ സ്ഥിരമായിട്ട്. അതായത് ഫസ്റ്റ് ക്രാങ്ക് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം 5-6 മാസം ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇതൊരു ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് സമയം ഇത് ക്രാങ്ക് ചെയ്യേണ്ടി വരും. അതിന് ശേഷം സ്റ്റാർട്ടാവുള്ളൂ. ഇനി ഈ കാണുന്ന സ്ക്രാച്ചൊക്കെ ഉണ്ടോ, ഇതൊക്കെ അവൻ്റെ പരിപാടിയാണ്. എന്തെങ്കിലും സാധനം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനപ്പോൾ കയറി ക്ലിപ്പിടും. ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ആക്ച്വലി ഇതിപ്പോൾ നമ്മളൊരു വണ്ടികളുടെ സാധനങ്ങൾ വെക്കുന്നത് ഇതുപോലെയാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇതൊന്നും ഈ വണ്ടിയുടെ അല്ല കേട്ടോ, വേറെ വണ്ടികളുടെയാണ്. അപ്പോൾ ഓരോരോ പാർട്സ് വേണ്ടത് അപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. കാരണം ഇതൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇതിനകത്ത് നിന്ന് പല സാധനങ്ങളും എടുത്തുകൊണ്ട് പോകും. നമ്മൾ എടുക്കത്തില്ല, ഇല്ലാത്തപ്പോൾ എടുക്കും. അപ്പോൾ അങ്ങനെയാണ്. ഈ വണ്ടി നമ്മൾ തീരെ യൂസ് ചെയ്യാറില്ല. ഇത് വല്ലപ്പോഴും യൂസ് ചെയ്യാറുള്ളൂ. ഇതൊന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതിലേക്ക് കയറാൻ പറ്റില്ല.
ഇത് കണ്ടില്ലേ, ഇത് ഇതിൻ്റെ ഗിയർ നോബ് കേട്ടോ. ആക്ച്വലി എനിക്കൊരു വുഡൻ ഗിയർ നോബ് കിട്ടി. ഇതൊരു ബെൻസിൽ ഉണ്ടായിരുന്നതാണ്. ഇത് ഞാനത് ഇതിനകത്ത് വെച്ചു. സ്റ്റാർട്ട് ആവുമോയെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹീറ്റ് ചെയ്യണം. ആ ലൈറ്റ് കത്തുന്നുണ്ടോ, അതാണ് ഹീറ്റിംഗ്. കെട്ടു. വൺസ് മോർ ഒന്നുകൂടി ചെയ്യാം. വണ്ടി ഓൾറെഡി ഹീറ്റായി. പക്ഷേ ഹീറ്റ് ആയതുകൊണ്ട് ആ ലൈറ്റ് ഇനി കത്തില്ല. മീൻസ് ആ ലൈറ്റ് ഇനി തെളിയില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ക്രാങ്കിൽ സാധനം സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. ഓ സോറി, ഞാനിത് ആദ്യം ഒരു കാര്യം കാണിക്കാൻ മറന്നു. അതായത് ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറയും ഈ സാധനമൊന്നും അങ്ങനെ സ്റ്റാർട്ടാവുകയല്ല, ഇത് നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാണ് ഇതൊക്കെ. സോ ഞാനൊരു കാര്യം കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് ഇതാണ് കേട്ടോ. എക്സോസ്റ്റ് ഇതാണ്. ഇത് ഉണ്ടല്ലേ, എക്സോസ്റ്റിൽ ഞാൻ കൈ വെച്ചേക്കാണ് കേട്ടോ. ഇതാണ്ടോ, എക്സോസ്റ്റിൽ ഞാൻ ഫുള്ളായിട്ട് കൈ വെച്ചു. ഫുൾ തണുത്തെടുക്കുകയാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടും കുറേ കാലമായി. ബാറ്ററി കണ്ടീഷൻ ആയതുകൊണ്ട് വണ്ടി എടുത്തോളൂ. ഒന്നുകൂടി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ തന്നെ ഓഫ് ചെയ്തായിരുന്നു. സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഓ, ബാറ്ററി കുറച്ച് ഡൗൺ ആവുന്നുണ്ട് അല്ലേ. എല്ലാം വർക്കിംഗ് ആണ്. ടാക്കോമീറ്റേഴ്സ്, ടെമ്പറേച്ചർ, ഫ്യൂവൽ, എവറിത്തിങ് ഈസ് വർക്കിംഗ്. ക്ലോക്ക്, അതുപോലെ നമ്മുടെ കാസറ്റ് പ്ലെയർ, എ സി ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഐഡ്ലിങ് കൂടുന്നത് കാണാം. കണ്ടോ, എല്ലാം വർക്കിംഗ് ആണ്. ഈ വണ്ടി ഓൾറെഡി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ ഫുള്ളി പെയിൻറ്റിങ് പരിപാടി എല്ലാം ഉണ്ട്. കണ്ടില്ലേ, ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഇവൻ ഓടിയെത്തും. ഇതെൻ്റെ വണ്ടിയായത്. ഇവിടെ തന്നെ ഇത് ഓഫ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ആക്സിലേറ്റർ കേബിള്. ഈ കാണുന്നതാണ് ആക്സിലേറ്റർ കേബിള്. ഇതാണ് നമ്മൾ ആക്സിലേറ്റർ ചവിട്ടുമ്പോൾ പമ്പ് വർക്ക് ചെയ്യുന്നത്, ഓപ്പൺ ആക്കുന്നത്. ഇത് കണ്ടോ, ഈ സാധനത്തിൽ ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചാൽ ഈ വണ്ടി ഓഫാവും. അപ്പോൾ ഗൈസ്, നിങ്ങൾ പറഞ്ഞോ ഇതിലേത് വണ്ടിയുടെ വീഡിയോ ആണ് നമുക്ക് അടുത്ത ദിവസം ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ വണ്ടി നമുക്ക് ബിൽഡ് ചെയ്യാനുള്ളതാണ്. സോ നിങ്ങളാരും പെട്ടെന്ന് ചോദിക്കരുത് ഇതിൻ്റെ പണി എന്തായെന്ന്. ഇത് ഇച്ചിരി പതുക്കെ തന്നെ നമ്മൾ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇത് ഒരു ദിവസം, വൺ ഡേ, ഈവൻ ഒരു ദിവസം നമ്മളിതിൻ്റെ ഫുൾ വർക്കും തീർത്ത്, അതായത് പെയിൻറ്റിങ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു കിടിലം വണ്ടിയാക്കി നമ്മളിതിനെ റോട്ടിലിറക്കും. ഇത് പിന്നെ ഈ കാണുന്ന വണ്ടികൾ, ഈ കാണുന്ന വണ്ടി, ഇതിലേത് വണ്ടിയുടെ വീഡിയോ ആണ് ആദ്യം വേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്തോ. നമ്മൾ ആ വണ്ടിയുടെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതും ഫുള്ളി റീസ്റ്റോർഡാണ്. ഈ വണ്ടി വാരിക്കൂട്ടി കൊണ്ടുവന്നതാണ്. അതായത് ഈ വണ്ടി എൻജിൻ ചേസ് ഇതെല്ലാം വേറൊരു വർക്ക്ഷോപ്പിൽ അഴിച്ച് പീസ് ആക്കിയിട്ട് അങ്ങനെ കൊണ്ടുതന്നാണ്. ഫുള്ളായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് കസ്റ്റമർ പറഞ്ഞ പോലെയാണ് ഈ വണ്ടി ഫുള്ള് ബിൽഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇതും സാധാ വീലുള്ളൊരു വണ്ടിയായിരുന്നു. കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് പ്രകാരം ഇതിന് നമ്മൾ അലോയ് വീൽസ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെൽഫ് സ്റ്റാർട്ടും ആഡ് ചെയ്തിട്ടുണ്ട്. ബാറ്ററി അഴിച്ചു വെച്ചുകൊണ്ടാണ് ഈ സൈഡിലെ കവറും ഇവിടെ ഇരിപ്പുണ്ട്. ബാറ്ററി നമ്മൾ അഴിച്ചെടുത്തിരിക്കുകയാണ്. ഇതും മൊത്തം ബിൽഡ് ചെയ്താണ്. ഇത് നമുക്കൊരു സഫാരി റീസ്റ്റോർ ചെയ്യാൻ തന്ന കസ്റ്റമറുടെ വണ്ടിയാണ്.
ഇതിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് അല്ല, ഈ 2 വണ്ടിയുടെയും വർക്ക് മൊത്തം തീർന്നുണ്ട്. അപ്പോൾ ഈ വണ്ടി നമുക്ക് ഡെലിവറി കൊടുക്കാനുള്ളതാണ്. കുറച്ച് ദിവസമായി ഇവിടെ ഇരിക്കുന്നു. എന്ത് ടൈപ്പ് വീഡിയോ വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഓണേഴ്സ് റിവ്യൂ 32,000 കിലോമീറ്റേഴ്സ് ക്ലോക്ക് ചെയ്തൊരു വണ്ടിയാണ്. എല്ലാവരും ഭയങ്കര കംപ്ലൈൻ്റ് ഉണ്ടെന്ന് പറയുന്നൊരു വണ്ടി കൂടിയാണിത്. അപ്പോൾ ഇത്രയും കിലോമീറ്റർ ഓടിയൊരു ഓണർഷിപ്പ് റിവ്യൂ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ 2 വണ്ടികളുടെയും വീഡിയോസ് നമ്മൾ അടുത്ത ദിവസം തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി മേനയാക്കി റെഡിയാക്കി ഇറക്കാനുണ്ട്. ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഈ ഒരു വലിയ പണി കിട്ടാൻ പോകുന്നത് ഇപ്പോൾ പെട്രോൾ വണ്ടി മേടിച്ച ആൾക്കാർക്കായിരിക്കും. ഇപ്പോൾ പെട്രോൾ വണ്ടി വാങ്ങിച്ച എല്ലാ വണ്ടികളും, ഇന്ത്യയിൽ ഇറങ്ങിയ എല്ലാ വണ്ടിയും അപ് ടു E20 ആണ്. ഇനിയിപ്പോൾ ഈ 85 ഒക്കെ വരാൻ പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ 30, ഈ 85 ഇതൊക്കെ റീസെൻ്റ്ലി തന്നെ എന്താ പറയുക നമ്മുടെ പമ്പുകളിലെത്തും. ഈ 85, ഈ 30 ഇതുപോലെയുള്ള സാധനങ്ങൾ, എത്തനോൾ കൂടുതലുള്ള ഫ്യൂവൽ. അപ്പോൾ ഈ എത്തനോൾ കൂടുതലുള്ള ഫ്യൂവൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഓടിക്കുന്ന സാധാ പെട്രോൾ വണ്ടിക്ക് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വണ്ടി മേടിക്കും എന്നുള്ളതിൽ തന്നെ ഒരു കൺഫ്യൂഷനാണ്. ഡീസൽ മേടിക്കണോ പെട്രോൾ മേടിക്കണോ? ഡീസലിൽ ഇനി എന്താ വരാൻ പോകണമെന്നുള്ള അറിയത്തില്ല. അപ്പോൾ ഡീസലിൽ ഇനി വരുന്ന സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടിയൊന്നും ഓടുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ വണ്ടി കണ്ടില്ലേ, ഈ വണ്ടി അതിന് വലിയൊരു ഉദാഹരണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു E20 വന്നതിന് ശേഷം ഇത് സ്റ്റാർട്ടാകാൻ പോലും ഇതിന് മടിയാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. ഇതിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി 2 വർഷം നിർത്തിയിട്ടാൽ ഹാഫ് ക്രാങ്കിൽ സ്റ്റാർട്ടായിക്കൊണ്ടിരുന്ന വണ്ടിയാണ് പ്യുവർ പെട്രോളിൽ. ഇനി അതല്ലെങ്കിൽ നമ്മൾ പ്യുവർ പെട്രോൾ അടിക്കാനായിട്ട് 140 റുപ്പീസിൻ്റെ പെട്രോൾ, അതായത് XP 100 ഒക്കെ അടിക്കണം ഇതിന്. എന്നാലാണ് ആ പഴയ ഒരു പെർഫോമൻസിൽ ഇത് ഓടിക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ.